1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ദിവസങ്ങൾക്ക് മുൻപ് കാട്ടാന കിണറ്റിൽ വീണ് വൻ കോലാഹലമുണ്ടായ ഉറുങ്ങാട്ടി പഞ്ചായത്തിലെ കൂരങ്കല്ലിൽ വീണ്ടും കാട്ടാനകളുടെ വിളയാട്ടം. ബുധനാഴ്ച പുലർച്ചെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തിറങ്ങിയ ആനകൾ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം വരുത്തി. ഊർങ്ങാട്ടി കൂരങ്കല്ലിലെ കെ.വി. ജെയിംസിന്റെ തോട്ടത്തിലെ നൂറുകണക്കിന് വാഴ, കമുങ്ങ്, തെങ്ങ് എന്നിവ ആനകൾ വ്യാപകമായി നശിപ്പിച്ചു. വെറ്റിലപ്പാറ ഓടക്കയം പ്രധാന റോഡരികിലാണ് ആനകൾ ഇറങ്ങിയത്. ദിവസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് ആന ഇറങ്ങി കിണറ്റിൽ വീണ സംഭവത്തിൽ വ്യാപകമായി പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് വനം, കൃഷിവകുപ്പ് ഉന്നതാധികാരികൾ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ കാലതാമസം വരുന്നുവെന്നാരോപിച്ച ഉറുങ്ങാട്ടി പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗങ്ങളായ സൈഫുദ്ദീൻ കണ്ണനാരി, അനൂപ് മൈത്ര, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ.ടി. മുഹമ്മദ് കുട്ടി, ജനകീയ സമിതി അംഗം ഷൈജു വെള്ളാപ്പുഴ, സമീർ കുന്നേൽ എന്നിവർ ജില്ലാ കളക്ടറെ കണ്ട് പരാതി നൽകി. തുടർന്ന് പ്രദേശത്ത് വിള ഇൻഷുറൻസ് അദാലത്ത് ഒരാഴ്ചയ്ക്കകം നടത്താൻ കളക്ടർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്ക് നിർദ്ദേശം നൽകി. പ്രദേശത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് ഘടിപ്പിക്കുവാനും വാഗ്ദാനം നൽകിയ തൂക്ക് സൌരവേലി പണി ഉടനടി നടപ്പിലാക്കാനും പരാതിക്കാർ കളക്ടറോട് ആവശ്യപ്പെട്ടു. ഉടനടി നടപടി ആവശ്യപ്പെട്ട് കുറിപ്പെഴുതി കളക്ടർ ഡിഎഫ്ഒയ്ക്ക് പരാതിക്കാർ നൽകിയ നിവേദനം അയച്ചു. പ്രദേശത്തെ കാട്ടാന ശല്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ ജില്ലാ ഭരണകൂടം വിളിച്ചു ചേർത്ത യോഗത്തിൽ വാഗ്ദാനം ചെയ്ത ഫെൻസിംഗ് പോലുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ ഉടനടി നടപ്പിലാക്കണമെന്നും വാർഡ് മെമ്പർ പി.എസ്. ജിനേഷ് പറഞ്ഞു. ഊർങ്ങാട്ടി പഞ്ചായത്തിലെ ഓടക്കയം വാർഡിൽ കൂരങ്കല്ല് ഭാഗത്താണ് കഴിഞ്ഞ ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പ് കാട്ടാന കിണറിൽ വീഴുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റും ഒക്കെ നടന്നത്. ആ പ്രതിഷേധങ്ങൾക്ക് ഒടുവിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഫെൻസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് പൂർത്തിയായി കഴിഞ്ഞു. ഈ മാസം തന്നെ ടെൻഡർ നടപടിയിലേക്ക് കടക്കുമെന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു 5 ആനകൾ എത്തി. ഈ ആന കിണറിൽ വീണതിൻ്റെ സമീപത്ത് തന്നെ ഒരു 100 മീറ്റർ വ്യത്യാസത്തിൽ വ്യാപകമായിട്ടുള്ള കൃഷിനാശം വരുത്തിയിരിക്കുകയാണ്. ഈ രീതിയിൽ ഞങ്ങൾ ഫെൻസിങ് ഒക്കെ എത്തുമ്പോഴേക്കും ഞങ്ങളുടെ കൃഷിയെല്ലാം ഇവിടെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അന്ന് കുങ്കിയാനകളെയൊക്കെ എത്തിച്ച് വ്യാപകമായിട്ടുള്ള തെരച്ചിൽ ഈ മേഖലയിൽ നടത്തിയെങ്കിലും ആനകളെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു 5-8 ദിവസത്തോളം ആനകളുടെ ഒന്നും വലിയ ശല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആനകൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഞങ്ങളുടെ ഇപ്പോൾ നിലവിലെ ആവശ്യം രാത്രികാലങ്ങളിലും ഇവിടെ പെട്രോളിങ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പെട്രോളിങ് നിർബന്ധമായിട്ടുണ്ടാവണം. ആന വീണ ആ സമയത്തൊക്കെ വലിയ പെട്രോളിങ് ഇവിടെ നടന്നിരുന്നു. പക്ഷെ വീണ്ടും ആന ഇറങ്ങാൻ തുടങ്ങിയ ഈ സാഹചര്യത്തിൽ വീണ്ടും പെട്രോളിങ് ആരംഭിക്കണം. അതുപോലെ തന്നെ ഈ ആന അധികം മുകളിലേക്ക് കയറി പോയിട്ടില്ല എന്നുള്ളതാണ് വിവരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ആനക്കൂട്ടത്തെ തുരത്തുന്നതിന് കുങ്കിയാനകളെ വീണ്ടും ഈ മേഖലയിലേക്ക് എത്തിക്കണം എന്നതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. അതുപോലെ തന്നെ ഫെൻസിങ് നടപടികൾ എത്രയും വേഗം ആരംഭിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈസ്റ്റ് ലൈവ്, അരീക്കോട്.